അപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് കേട്ടോ ഇന്നിപ്പോൾ നമ്മളൊരു വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ, നേരത്തേക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ലോങ് വീഡിയോ എടുത്തിട്ട് ഒത്തിരി നാളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് രാവിലെ തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്നിപ്പോൾ റിസൾട്ട് മേടിക്കാൻ പോകണം. ഇന്നലെ വിളിച്ചപ്പോഴത്തേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് മേടിക്കണം, തിരിച്ച് വരുന്ന വഴിക്ക് ഒരു എക്സ്റേ എടുക്കാനായിട്ടുണ്ട്, അതും എടുക്കണം. അപ്പോൾ അതും എടുത്തിട്ട് വന്നിട്ട് വേണം, നാളെയാണ് ഹോസ്പിറ്റലിൽ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനും കൂടെ എനിക്ക് പോകുക കൊടുക്കുകയൊക്കെ വേണം. പിന്നെ അത് മാത്രമല്ല, പിന്നെ കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് വീഡിയോ ഇടാത്തത്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ വെച്ചിട്ട് നമുക്ക് പിന്നീട് ഒരു വീഡിയോ എന്തായാലും ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു Q&A ചെയ്യാമെന്ന് പറഞ്ഞ് അതിൻ്റെ ഒരു വീഡിയോയും ആ മെസ്സേജും കാര്യങ്ങളും എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ തിടുക്കപ്പെട്ട് ഈ ഒരു വീഡിയോ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പിന്നെ ചിലരുടെ വാക്കുകളായിരിക്കും ചില സമയത്ത് നമുക്ക് പെട്ടെന്നൊരു വാശി എത്തുന്നതെന്ന് അറിയില്ല. അതുപോലെ തന്നെ എനിക്ക് ഇന്നലെ രാത്രിയിൽ ഒരു 3-4 പിന്നെ വോയിസ് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ആരതാണ് എന്താണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ അത് പോട്ട് അതിൽ ഒരെണ്ണം ഞാൻ അത് കേട്ടിട്ട് ഞാൻ ഇന്ന് രാവിലെയാണ് കേൾക്കുന്നത് കേട്ടോ. പക്ഷെ ഇന്നലെ കേട്ടില്ല. ഇന്നിപ്പോൾ രാവിലെ ഒരെണ്ണം കേട്ടപ്പോൾ എനിക്ക് തോന്നി ഇല്ല, ശരിയാവില്ല, പിന്നെ മുന്നോട്ട് പോയേ പറ്റുള്ളൂ. അപ്പം ആ ഒരു മെസ്സേജാണ് 3 മെസ്സേജിൽ ഒരെണ്ണം ഞാൻ തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണം കേട്ടപ്പോൾ തന്നെ എനിക്ക് തൃപ്തിയായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്തായാലും എനിക്ക് മുന്നോട്ട് പോകണമല്ലോ. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ കൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകാനായിട്ട് തീരുമാനിച്ച്. പിന്നെയെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് കഴുകി പറക്കൊക്കെ വെച്ച് അവിടെ ഒന്ന് വൃത്തിയാക്കണം. കാരണം കുറേ ദിവസമായി അതിൽ ചോറ് വെച്ചിട്ട്. അപ്പം നേരത്തെ നമ്മൾ ഇട്ട വീഡിയോ എന്ന് പറയുമ്പോൾ ഷോർട്ട് വീഡിയോ ഒക്കെ നേരത്തെ എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ അത് ആ കലം പുളിയേരി വേവിക്കാനൊക്കെ എടുക്കുന്നതിന് ഗ്യാസുണ്ടത് അവിടെ കുറച്ച് വിറകുമൊക്കെ കൊണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെ കിടക്കുന്നു. ഇവിടെ എല്ലാം ഒന്ന് ക്ലീൻ ചെയ്യണം. അടുക്കളയിൽ വന്നിട്ട് കണ്ടു കഴിഞ്ഞ് കുറേ ദിവസമായ മട്ടാണ് കിടക്കുന്നത്. പിന്നെ ഈ തറയൊക്കെ ഒന്ന് തുടങ്ങണം. തറ തുടങ്ങുന്ന നേരമില്ല, കാരണം ചിലപ്പോൾ തുടങ്ങും, ചിലപ്പോൾ ഇന്ന് തുടങ്ങില്ല, വന്നിട്ടായിരിക്കും. അപ്പോൾ എന്തായാലും പോയി റിസൾട്ടൊക്കെ മേടിച്ചിട്ടൊക്കെ വരട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിനിടയ്ക്ക് നമുക്കുള്ള ഈ പാത്രങ്ങളൊന്ന് കഴുകി പറക്കി എന്നെക്കൊണ്ട് പറ്റുന്നിടത്തോളം വീഡിയോ ഇന്നിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാവരുടെയും ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഒത്തിരി പ്രതിസന്ധിയിലൂടെ ഞാൻ ഇങ്ങനെ കടന്നു വന്നപ്പോഴും ഒത്തിരി സങ്കടപ്പെട്ടും വിഷമിച്ച് ഞാൻ ഈ റൂമിനകത്ത് കിടന്നപ്പോൾ എന്നെ ചേർത്ത് നിർത്തി കുറേ പേരുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ ഫോൺ വിളിച്ചിട്ടായാലും നേരിട്ടായിട്ടായാലും പിന്നെ അതുപോലെ തന്നെ ഒത്തിരി പേര് എനിക്കറിയില്ല കേട്ടോ പറഞ്ഞറിയിക്കാനായിട്ട്. പിന്നെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളാരും അല്ലായിരിക്കും, പക്ഷേ രക്തബന്ധം കൊണ്ടല്ല കേട്ടോ. അത് എനിക്ക് പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്കത് അത്രത്തോളം എനിക്ക് പിന്നെ നമ്മളാരും അല്ലെങ്കിൽ പോലും അവർ നമ്മളാരൊക്കെയോ ആണ് എന്ന് നമുക്ക് തോന്നുന്ന നിമിഷങ്ങൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എന്തായാലും മുന്നോട്ട് പോകണം. അപ്പോൾ എന്തായാലും നിങ്ങളെ സപ്പോർട്ടും സ്നേഹവും ഒക്കെ വേണം. അപ്പോൾ എന്തായാലും ഞാൻ ഒരിക്കൽ കൂടെ എന്തായാലും എല്ലാവരുടെയും നന്ദി പറയുന്നുണ്ട്. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരുപാട് പേർക്ക് മെസ്സേജിനുള്ള റിപ്ലൈ എനിക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ എന്തായാലും പാത്രങ്ങളെല്ലാം കഴുകി പറക്കിയൊക്കെ എടുക്കട്ടെ. കാരണം നിന്ന് പോയി കഴിഞ്ഞാൽ സമയം ഏതാണ്ട് അങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. ക്യാഷ് അവിടെ കിടക്കുന്നുണ്ട്. ക്യാഷിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമൊന്നും ഇതുവരെ എടുത്തിട്ടില്ല. മഴക്കോളുണ്ട്, നല്ല മഴക്കോള്. എത്ര വൈകിയാലും ഇന്നത് പോയേ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പിടച്ചിൽ ഇവിടെ നടക്കുന്നത്. കറിവേപ്പില അപ്പുറത്ത് ചേച്ചിയുടെ ഉടൻ തന്നെയാണ്. പിന്നെ കുറേ പേര് ചോദിച്ച് പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്ക് പിന്നെ പോസ്റ്റിൽ കണ്ട പൊടി മോള് ആരാണെന്ന് ചോദിച്ച്. നമ്മൾ അപ്പുറത്തെ കാശിമോൻ്റെ അനിയത്തി കൃഷ്ണയാണ് കേട്ടോ. അപ്പോൾ 2 പൊടി മക്കളുണ്ട്. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മഴയ്ക്ക് മുമ്പേ പെട്ടെന്ന് തീർക്കുകയും വേണം, പോവുകയും വേണം. കുറച്ച് മാത്രമേ ഉള്ളൂ. ഒരു ചായപാത്രവും 2-3 തവിയും അതൊക്കെ ഉള്ളൂ. ഞാൻ എന്തായാലും ഈ പാത്രങ്ങളെല്ലാം ഒന്ന് കഴുകി പറക്കി എടുക്കട്ടെ. ഒട്ടും സമയമില്ലാഞ്ഞിട്ടാണ് കേട്ടോ, കാരണം നമുക്ക് അങ്ങോട്ട് പോകണമല്ലോ. ചായ രാവിലെ ഇട്ടതിൻ്റെ ബാക്കിയാണ് കേട്ടോ. കൊച്ചിന് വേണമെന്ന് പറഞ്ഞതാണ്. അവൻ രാവിലെ ചായ ഒന്നും കുടിക്കുന്നില്ല. ഇഷ്ടം ഒരിക്കലായിട്ട് മഴ പെയ്ത് സ്റ്റെപ്പെല്ലാം തെന്നി കിടക്കുന്നു.
ഞാൻ ഈ എണ്ണ മേടിക്കുള്ളൂ കേട്ടോ. നമ്മളെ വീഡിയോ കാണുന്ന കുറേ പേർക്ക് അറിയാം, നമ്മളൊക്കെ അവിടെ നിന്ന് മേടിക്കുന്നു കേട്ടോ. ഒരിച്ചിരി ബാക്കിയുണ്ടായിരുന്നു, കുപ്പിയൊന്ന് മാറ്റി കൊടുക്കാം. നല്ല വെളിച്ചെണ്ണയാണ് കേട്ടോ. എനിക്ക് ഈ ഒരു വെളിച്ചെണ്ണ മേടിച്ചാലേ നമുക്ക് ആ ഒരു തൃപ്തി വരുള്ളൂ. ഒരു നിറവും എത്ര ആയാലും ഈ ഒരു വെളിച്ചെണ്ണ മേടിക്കുമ്പോൾ നമുക്കൊരു നിറവാണ് കേട്ടോ, പ്രത്യേക ഒരു നിറവാണ്. പുളിമുളകും ഞവടാൻ വേണ്ടിയിട്ട് പുളിയെടുത്ത് ഞവടിയിട്ട് ഇച്ചിരി പുളിവെള്ളം അതിനകത്തിരുന്നു. അതൊക്കെ ഇന്നലത്തെ അല്ല കേട്ടോ, മിനിഞ്ഞാന്നത്തെ മനസ്സിലാവുമല്ലോ. റൈസ് കുക്കർ ഇനിയിപ്പോൾ എടുത്തങ്ങ് വെക്കണം. കുറേ ദിവസം കൊണ്ട് അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കുവാണ്. അങ്ങനെ എന്തായാലും നമ്മളവിടെ കുറച്ച് പണി ഒതുങ്ങി. അധിക പാത്രമൊന്നുമില്ല. ഇനി അപ്പുറത്തെ സിങ്കിൽ ഒരു ശകലം വേണ്ട, 1-2 ഒരു പ്ലേറ്റ് വേണം. അടുക്കളയിലുള്ള പണിയെല്ലാം കംപ്ലീറ്റ് തീർത്തിട്ടുണ്ട്. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കുള്ള ജോലി തീരൂലാന്ന് എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു എന്തായാലും പെട്ടെന്ന് ആദ്യം ഞാൻ കുറച്ച് വീഡിയോ എടുത്ത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പിന്നെ കട്ട് ചെയ്തിട്ടാണ് ബാക്കിയെല്ലാം ഒതുക്കി. അല്ലെങ്കിൽ മൊബൈൽ ഓണാക്കി വെച്ച് വീഡിയോ എടുത്തുകൊണ്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്കിന്നിപ്പോൾ റിസൾട്ട് മേടിക്കാൻ പോകാനായിട്ട് സമയം വൈകും. അപ്പോൾ ഞാൻ വിചാരിച്ചു ജോലി തീർത്തിട്ട് വീഡിയോയിൽ എന്തായാലും കാണിക്കാമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അടുക്കളയിലുള്ള പണികൾ കംപ്ലീറ്റ് തീർന്നതാണ്ട് കണ്ടാ കാണാൻ പറ്റുമെന്തോ. കണ്ട ആ ഒരു സ്ലാബിൻ്റെ അവിടെയും എല്ലാം വൃത്തിയാക്കി. ചോറ് കറി ഇതെല്ലാം ഇരിപ്പുണ്ട്. തറയെല്ലാം ഒന്ന് വൃത്തിയാക്കണം. കണ്ട അങ്ങനെ പണികളെല്ലാം തീർന്നിട്ടുണ്ട്. മറ്റേ അടുക്കളയും കൂടെ ഒന്ന് കാണിച്ചു തരാമേ. അപ്പം അതേ കണ്ട ഇതെല്ലാം വൃത്തിയാക്കി കേട്ടോ. ഈ ഇരിക്കുന്ന പാത്രങ്ങൾ ഇനിയിപ്പം കുറച്ച് ഉണങ്ങാനായിട്ടുണ്ട്, അതുകൊണ്ട് പിന്നെ അവിടെയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ വേറെ ഒന്നുമില്ല. പിന്നെ സാധനങ്ങളൊക്കെ എല്ലാം ഏകദേശം നമുക്ക് സാധനങ്ങളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമുക്കത് സാധനങ്ങളൊക്കെ മേടിക്കാനൊക്കെ പോകണം. അതൊന്നിപ്പോൾ പോകണില്ല. അപ്പോൾ ഇതാണ് നമ്മളെ. പിന്നെ കുറച്ച് പാത്രങ്ങൾ ഇതെല്ലാം പറക്കി ഇതിനകത്തോട്ട് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം പറക്കി വെച്ച് താഴത്തേക്ക് കുറച്ച് കവറും അതും ഇതൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളെ ഇന്നത്തെ രാവിലത്തെ ജോലി. അപ്പം നമ്മളതേ ഇതാണ്ട കാണാൻ പറ്റുമോ എന്തോ കണ്ട അതെല്ലാം പറക്കി ഇതിൻ്റെ അടിയിലോട്ടൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇന്ന് രാവിലെ എടുത്തത്. പിന്നെ ഇപ്പോൾ നല്ല വെയിലും കാറ്റും നല്ല വെട്ടവും ഒക്കെ വരുന്നുണ്ട്. കണ്ട ശേഷം ഒന്ന് അറ്റത്ത് നിൽക്കൊണ്ട് ഇവിടെയൊക്കെ അടച്ചിട്ടേക്കുന്നു. അപ്പോൾ എന്തായാലും ഇവിടെയൊക്കെ ഇനി തറയും കൂടെ ഒന്ന് തുടക്കട്ടെ. തറ തുടച്ച് കുളിച്ച് റെഡിയായി വന്നിട്ട് ഇനിയിപ്പോൾ എന്തായാലും ബാക്കി വീഡിയോ എടുക്കാം. പിന്നെ എന്തായാലും നിങ്ങൾ നോക്കുമ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടല്ലേ, നന്നായിട്ട് വണ്ണം വെച്ചതായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ വണ്ണം വെച്ചതല്ല കേട്ടോ. ഭക്ഷണം കഴിക്കാതൊക്കെ കുറേ ദിവസം കിടക്കുമ്പോഴത്തേക്ക് നമ്മൾ ആഹാരം കഴിച്ചില്ലെങ്കിൽ വണ്ണം വയ്ക്കും. അതുപോലെ തന്നെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു, ആഹാരം കഴിക്കാതെയൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. കാലിലൊക്കെ നല്ല നീരും കണ്ണങ്കാലൊക്കെ ഭയങ്കര വേദനയായിരുന്നു. അപ്പോൾ അതെല്ലാം ഒന്ന് കുറഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഒന്ന് കുളിക്കാൻ പോകണം. കുളിക്കുന്നതിന് മുന്നേ അടുക്കള ഒന്ന് വൃത്തിയാക്കാൻ തറ തുടയ്ക്കണം കേട്ടോ. അത് ഞാൻ വീഡിയോ എടുക്കുന്നില്ല. എന്തായാലും കുളിച്ച് റെഡിയായി വന്നിട്ട് ഞാൻ ലാസ്റ്റ് നമ്മൾ തറ ഉണങ്ങുമല്ലോ, ആ ഉണങ്ങുമ്പോഴത്തേക്ക് ഞാൻ എന്തായാലും കാണിച്ചു തരാം. ഇപ്പം നമ്മൾ അടുക്കളയിൽ തറ കിടക്കുന്നതിൻ്റെ കോല ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ, ഈ അടുക്കളയിലോട്ട് വലുതായിട്ട് അങ്ങനെ പ്രവേശനമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെ ഒത്തിരി സ്നേഹം അറിയിക്കുവാണേ. ഇത് മേടിച്ചുകൊണ്ട് വന്നിട്ട് കുറേ നാളായിട്ടുണ്ട് കേട്ടോ. ഒത്തിരി നാളായി ഈ ഒരു ടോപ്പ് മേടിച്ച് വെച്ചിട്ട്. പക്ഷേ ഇതുവരെ ഞാൻ ഇട്ടില്ല. അതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്ന ഷോളും പാൻറ്റും ഇതാണ് കേട്ടോ. അതാണ്ട് വെട്ടത്തിൻ്റെ പ്രശ്നം കാണും. അങ്ങനെ ഇവിടെ ഒരു വില ഉണ്ടായിരുന്നു കേട്ടോ, പൊട്ടിച്ചതൊന്നുമില്ല. 698 അതാണ്ട്. കുളിയൊക്കെ കഴിഞ്ഞ് കേട്ടോ. കുളിച്ചിട്ടൊക്കെ വന്ന് ഇനിയിപ്പോൾ വന്നിട്ടൊക്കെ കുളിക്കുന്നതായിരിക്കും ഭയങ്കര പാടാണ്. എങ്ങനെയെങ്കിലും ഇനി പോയിട്ടിങ്ങ് എത്തിയാൽ മതി എന്നും പറഞ്ഞാൽ ഇരിക്കുന്നത്. ഇപ്പം തന്നെ 12:15 കൊണ്ടായി.
തലമുടിയൊക്കെ അത്രയും പോയി ശ്രദ്ധിക്കാതെ ഇരുന്ന്. ശാലം ചോറ് കഴിച്ച് ഒരു ഇച്ചിരി ചോറൊക്കെ ഇട്ട് കഴിച്ച്. വലിയ തലയിട്ടൊക്കെ ഒന്നും ഇല്ല. ഇത്രയേ ഉള്ളൂ കേട്ടോ, വലിയ ഒരുക്കമൊന്നും വേണ്ട. ഒരു സ്ലൈഡിൻ്റെ ആവശ്യമുണ്ട്. ഒരു സ്ലൈഡ് ഞാൻ കുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് ഈ ഷാൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല നമ്മൾ ഷാള് കുത്തുന്ന സമയത്തുണ്ടല്ലോ, അതാണ്ട് ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ വെക്കും. ചുരുട്ടി ഞാനിങ്ങനെ വെച്ചിട്ട് ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇതിങ്ങനെ പിടിച്ച് ഇങ്ങനെ ആക്കിയിട്ട് അടുപ്പിച്ചടുപ്പിച്ച് പിടിക്കണം കേട്ടോ. അടുപ്പിച്ചടുപ്പിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഈ ഇങ്ങോട്ടുള്ളത് താഴോട്ടങ്ങ് നീക്കി കൊടുത്താൽ മതി. താഴോട്ടങ്ങ് വലിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റ് കിട്ടും. നല്ല കുഞ്ഞു കുഞ്ഞു ഞുറവ് കണക്ക് കിടക്കും കേട്ടോ. നല്ല രസമാണ്. ഞാൻ ഇങ്ങനെയാണ് ഷാൾ ഇടുന്നത് കേട്ടോ. ഇങ്ങനെ ഇട്ടില്ലെങ്കിലേ നമുക്ക് ഏതാൻ വരത്തില്ല. കാണാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടോ. ഇപ്പം ശരിയായിട്ടുണ്ടേ. കറക്റ്റായിട്ട് കിട്ടി കേട്ടോ. പെട്ടെന്ന് തല ഉണങ്ങി നോക്കട്ടെ. ഇവിടെയൊക്കെ ഓരോന്ന് എടുത്ത് വെച്ചേക്കുന്നതിനെ കൊണ്ടേ കാണാൻ പറ്റും. നോക്കേ, കണ്ടോ കണ്ടോ? അത്രയേ ഉള്ളൂ. നല്ല ഭംഗിയായിട്ട് കുനുകുനാ ചെറിയ ചെറിയ ഞെറിവുണ്ടല്ലോ. അതാകുമ്പോൾ നമുക്ക് ഇവിടേക്കൊക്കെ നന്നായിട്ടൊക്കെ മറഞ്ഞേ കിടക്കും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ. എന്നിട്ടത് ഇങ്ങനെ കിടക്കും കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോളിൻ്റെ ഈ തുമ്പറ്റുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ ബസ്സിലൊക്കെ കയറുമ്പോഴത്തേക്ക് സീറ്റിൽ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സീറ്റിലൊക്കെ ഇരിക്കുന്നവരുടെ ദേഹത്തും കണ്ണിലും മുഖത്തൊക്കെ ചെന്ന് ഇങ്ങനെ അടിച്ച് പറന്നൊക്കെ വീഴും. അല്ലെങ്കിൽ എനിക്ക് ഈ ഷോൾ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ കെട്ടിയിടുമ്പോഴത്തേക്ക് ഒരു ഏതോ ആയിട്ട് എനിക്കിങ്ങനെ തോന്നും. അതാകുമ്പോൾ അവിടെ കിടക്കും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഒരുക്കമെന്ന് പറയുന്നത്. പിന്നെ പൗഡറോ ക്രീമോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ ഇടാറില്ല കേട്ടോ. ഇതുവരെ അങ്ങനെ ഇടക്കൊന്നുമില്ല. തോന്നിയാൽ മാത്രം ചിലപ്പോൾ അങ്ങനെ ഇല്ല. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കുക. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് റിസൾട്ട് മേടിക്കാൻ പോകണം. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ബാക്കി
പിന്നെ അവിടെ കൊടുക്കാനുള്ള ഒരു ബില്ലുണ്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ബില്ല് എടുക്കണം. അപ്പോൾ ഇതെല്ലാം എടുത്ത് പറക്കി കൊണ്ടുവന്ന് വെക്കിയിട്ട് പിന്നെ അതിന് മുന്നേ നമ്മൾ അടുക്കള ഞാൻ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ഞാൻ അത് നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതൊന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ദിവസമായിട്ട് വീഡിയോ എടുക്കാത്തതിനെ കൊണ്ടൊക്കെ ഭയങ്കര ഒരു വിമ്മിഷ്ടവും ഒരു ശ്വാസം എടുക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് നമുക്ക് വരുമല്ലോ. ആ ഒരു ബുദ്ധിമുട്ട് എനിക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ നേരത്തെ ഉള്ളതിനെക്കാട്ടിയും കുറച്ചും കൂടെ ആ ഒരു പിന്നെ തടി വെച്ചത് കൊണ്ടാണ്. ആ തടി എങ്ങനെ ഉണ്ടായിരുന്നു, ആ തടി എങ്ങനെ വന്നെന്നുള്ള കാര്യമൊക്കെ എനിക്കറിയാം. കാരണം ഈ ആ റൂമിനകത്തുനിന്ന് പുറത്തിറങ്ങുക ഇല്ലായിരുന്നു. എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങും, കേശുവിനെ എങ്ങും കൊണ്ടുപോക്കൊന്നുമില്ല, എല്ലാം അടുത്തടുത്ത് എത്തിച്ചു കൊടുക്കുമായിരുന്നു. അങ്ങനെയൊക്കെ സംഭവിച്ചു പോയാണ്. ഇനിയിപ്പോൾ എന്തായാലും എല്ലാം ഒന്ന് പിന്നെ എന്നെ തന്നെ എനിക്കൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. കാരണം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ മരുന്ന് നല്ല വീര്യം കൂടി നല്ല മരുന്നും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം എന്തായാലും നമുക്ക് നോക്കാം വഴിയെ. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക, ഒരു കുഴപ്പം വരരുതേ എന്ന്. റിസൾട്ട് മേടിച്ചുകൊണ്ട് വരുമ്പോഴത്തേക്ക് ഒന്നും വരല്ലേന്ന് ഞാൻ മനസ്സൊരുവി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതങ്ങനെയാണ് കേട്ടോ. ഞാൻ ഒരുങ്ങിയൊക്കെ തീർന്നിട്ടുണ്ട്. ടോപ്പ് കൊള്ളാമെങ്കിൽ എന്തായാലും പറയണം കേട്ടോ. അതെ, ഇതാണ് ടോപ്പ് കേട്ടോ. അതാണ്ട് ഷോളും പാൻറ്റും ഒരേ സെയിം കളറാണ് കേട്ടോ. നമ്മൾ അടുക്കള ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് കേട്ടോ. അടച്ചിട്ടിട്ടാണ് ഞാൻ പിന്നെ കുളിക്കാനൊക്കെ പോയത്. പിന്നെ തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി എല്ലാം ക്ലീൻ ചെയ്തൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാണ്ട് കണ്ട ഫുള്ള് വൃത്തിയാക്കി കേട്ടോ. ഇതായിരുന്നു നേരത്തെ ജോലി. കുളിക്കാൻ പോകുന്നതിന് മുമ്പേ ഇവിടെയൊക്കെ എല്ലാം മൊത്തം കംപ്ലീറ്റ് ക്ലീൻ ചെയ്ത് തറയൊക്കെ തുടച്ച് വൃത്തിയാക്കി ഉണങ്ങി കേട്ടോ. കണ്ട തറയൊക്കെ തുടച്ച് നന്നായിട്ട് വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പം ഇതാണ്. അപ്പോൾ ഞാനും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം പോവാനായിട്ടൊക്കെ നോക്കട്ടെ. ലൈറ്റാണ് ചില്ലേട്ടാ. ഇനി എപ്പോഴങ്ങ് എത്തുമെന്നോ. അപ്പം ഇത് ലോക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കണ്ട, അയ്യോ കണ്ട, ഇതോ കയറിയിരിക്കുന്നു ഒരാൾ. ഫ്രിഡ്ജിൻ്റെ അത് ഊരി ഇട്ടിട്ട് പോവാം. ഫ്രിഡ്ജ് നമുക്കുള്ളത് താണ്ടേ താഴത്തെ ഡോറ് വർക്കാവൂല, ഇത് മാത്രമേ വർക്കാവുള്ളൂ കേട്ടോ, മേഖലയിലെത്തത്. അങ്ങനെ അതെല്ലാം അടച്ച് ഇനിയിപ്പം എന്ന് വെച്ച് കഴിഞ്ഞാൽ പേഴ്സ് എടുത്തിട്ടുണ്ട്. പോവാന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഇതേ മഴ ചാറുന്നുണ്ട്. ഇനിയിപ്പം മഴ ഒന്ന് നോക്കാം, ഉറച്ച് പെയ്യോ. പിന്നെ അതേ ചെറിയൊരു ചാറ്റലേ ഉള്ളതെന്ന് നോക്കിയിട്ട് ഇറങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കണം. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം. പിന്നെ നമ്മളെ റിസൾട്ട് വരുമ്പോഴത്തേക്ക് യാതൊരുവിധ കുഴപ്പം ഉണ്ടാവില്ലെന്ന് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക. പിന്നെ എന്തായാലും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നറിയാം. അപ്പോൾ എന്തായാലും പോയിട്ടൊക്കെ വരാം കേട്ടോ. വന്നിട്ടൊക്കെ നമുക്ക് പോകുന്ന വഴിക്ക് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുക്കാം. എന്താണെന്നൊക്കെ നോക്കട്ടെ കണ്ടീഷന്. കാരണം മഴയും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. മുഖത്തിനൊക്കെ നല്ല മാറ്റമുണ്ട് കേട്ടോ. മുഖത്തിന് മാറ്റം എന്ന് വെച്ചാൽ അതേ ഇത് കണ്ടോ, കണ്ണിൻ്റെ ഈ സൈഡ് മൊത്തം കംപ്ലീറ്റ് കറുപ്പ് പോലെയൊക്കെ വന്ന് നല്ല തടുപ്പായിരുന്നു. ഇപ്പോൾ കുറഞ്ഞ് ഐസൊക്കെ വെച്ച് തേച്ച് എങ്ങനെയെങ്കിലും കുറേക്കും കുറഞ്ഞു കേട്ടോ. ഭയങ്കരമായിട്ട് കടുത്ത് കറുപ്പാണോ പച്ചയാണോന്ന് അറിയാൻ വയ്യാത്തൊരു പരുവത്തിലായിരുന്നു. അപ്പോൾ എന്തെങ്കിലും മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അത് ഒരു വെട്ടം പോലെ വരുന്നതിനെ കൊണ്ടാണ്. കണ്ടോ, എനിക്കെന്തായാലും ഇറങ്ങാം. കുടയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുട എടുത്തു, ചെരുപ്പെടുക്കട്ടെ. ചെരുപ്പെടുത്തു. അപ്പോൾ എന്തായാലും പോയിട്ട് വരട്ടെ. ടാറ്റ, ബൈ ബൈ, സീ യു. ഡോറ് പൂട്ടി ഞാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ഇറങ്ങി മുറ്റത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്ക് ഭയങ്കര മഴ വരുന്നു. ഇപ്പോൾ അതേ പെയ്തും തുടങ്ങി. ഇനിയിപ്പോൾ എന്തായാലും മഴ തോന്നിട്ട് എനിക്ക് പോകാനായിട്ട് പറ്റില്ല. ഡോറൊക്കെ പൂട്ടി ചെയ്തുണ്ടോ, ഡോറ് പൂട്ടി എല്ലാം റെഡിയാക്കിയതായിരുന്നു. ഇതുണ്ടോ പേര് മഴ. ഇനിയിപ്പോൾ എന്തായാലും ചെയ്യും, മഴ തോന്നാൽ മാത്രമേ എനിക്ക് പോകാനായിട്ട് പറ്റുള്ളൂ. ഇനി 12:30 മണിയായി. ഭയങ്കര മഴ. തിരുവനന്തപുരത്ത് പോകാനുള്ള ഞാനാണ്. ഭയങ്കര മഴയെന്ന് വെച്ചാൽ ഭയങ്കര മഴ. ഞാൻ ഇറങ്ങി കേട്ടോ. എന്തായാലും നമ്മുടെ സ്കൂളൊക്കെ ഓപ്പണായി കേട്ടോ. എന്താ നമ്മളടുത്ത വഴി പോകാൻ വേണ്ടിയിട്ടൊക്കെ ഇറങ്ങി. ഇത്രയും നേരം നല്ല മഴയായിരുന്നു. സ്കൂൾ കാണിച്ചു തരാം. എന്താ
പുതിയതായിട്ട് ഓപ്പൺ ആയതാണ്. എന്താ പോയിട്ട് വരട്ടെ. ഒറ്റയ്ക്ക് പോകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇത്രയും വർഷം ഒറ്റയ്ക്ക് നമ്മളെല്ലാം തരണം ചെയ്യില്ലേ. നമ്മളെ മാതാവിനെ കാണിച്ചത് എന്താ, ഈ ഒരു മാതാവിൻ്റെ ഒരു സംരക്ഷണം എന്തായാലും കൂടെ ഉണ്ട്. എന്തായാലും പോയിട്ട് വരാം. നാലര മണി കഴിഞ്ഞിട്ടുണ്ട്. 12:30 മണി ആയപ്പോഴത്തേക്ക് ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഇത്തിരി നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ മഴ തോന്നിയിട്ടാണ് ഞാൻ പോയത്. പിന്നെ എന്തായാലും പെട്ടെന്ന് വരാനായിട്ട് പറ്റി. കേശവദാസപുരത്ത് ഇറങ്ങിയിട്ട് ഓട്ടോ വിളിച്ച് പോയി. അവിടെ നിന്ന് തിരിച്ച് ആ പോയ ഓട്ടോയിൽ തന്നെ തിരിച്ച് കേശവദാസപുരത്ത് വന്നിട്ടാണ് കേട്ടോ പിന്നെ ബസ് കയറി ഇങ്ങോട്ട് വന്നത്. ഉള്ളൂർ വന്നിട്ടാണ് ബസ് കയറിയത്. അങ്ങനെ എന്തായാലും അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കൊട്ടാരക്കര ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ കയറിയാണ് വന്നത്. അങ്ങനെ എന്തായാലും പിന്നെ നമ്മളെ സ്കാനിങ്ങിൻ്റെ റിസൾട്ട് കിട്ടി. MRI സ്കാനിങ്ങിൻ്റെ റിസൾട്ടാണ് കേട്ടോ. പിന്നെ എന്തായാലും ഇതിൻ്റെ കാര്യങ്ങളൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അതേ റിപ്പോർട്ട് കയ്യിലുണ്ട് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് ഇതിനകത്ത് ഫിലിമും കാര്യങ്ങളും ഉണ്ട്. പിന്നെ അതുപോലെ ഈ ഒരു CD എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നേരത്തെ MRI സ്കാനിങ് ചെയ്ത സമയത്ത്, ഇപ്പോഴല്ല നേരത്തെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് എടുത്ത സമയത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു കേട്ടോ. മുടി കിടന്ന് മുഖത്ത് കിടന്ന് തട്ടുന്നു. അപ്പോൾ പിന്നെ അന്ന് ഇങ്ങനെ ചെറിയൊരു പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നടുവിനൊക്കെ പ്രശ്നം വന്ന സമയത്ത് നമ്മൾ എക്സ്റേ സ്കാനിങ് എല്ലാം എടുത്തപ്പോഴത്തേക്ക് രക്തക്കുഴലിൽ ചെറിയൊരു പ്രശ്നം പറ്റി. അപ്പോൾ അതെന്താണെന്ന് നോക്കണം. അതിലൊരു 2-3 മുഴ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇത്രയും കാലം നിങ്ങൾ ആരുടെ ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു. കാരണം ഒരു 3 മുഴ ഉണ്ടായിരുന്നു രക്തക്കുഴലിൽ. അപ്പോൾ അത് അലിഞ്ഞു പോയിട്ടുണ്ടോ ഇല്ലേ, എന്താണ് ഏതാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയണമല്ലോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു ഫിലിമിലും എല്ലാം അറിയാൻ പറ്റും. പിന്നെയെന്ന് വെച്ചാൽ CD പ്രത്യേകിച്ച് ചോദിച്ച് മേടിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ്. അപ്പം ഞാൻ ഇത്രയും നാളായിട്ട് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. നടുവേദനയായിരുന്നു, നല്ല നടുവേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ ഡിസ്കിന് പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് പോയി. പക്ഷേ ഈ ഒരു ഒറ്റ കാരണം ഞാൻ മാറ്റി വെച്ചതെന്ന് വെച്ചാൽ എനിക്ക് പറയാനായിട്ട് സത്യം പറഞ്ഞാൽ എന്തോ മാനസികമായിട്ട് എനിക്കത് പറയണ്ട എന്നെനിക്ക് തോന്നി. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഇപ്പം ഞാൻ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നും അല്ല, എൻ്റെ ശബ്ദം നിലച്ച് പോകാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന ഒരാൾക്ക് കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. കാരണം എന്തായാലും ചോദിച്ചും അറിഞ്ഞും കണ്ടും കേട്ട് മനസ്സിലാക്കി നിൽക്കുന്ന ആൾക്കാർ അവരുടെ ഒപ്പം ഉള്ളത് കൊണ്ട് അവർക്ക് എന്തായാലും എനിക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നുള്ള കാര്യങ്ങൾ അറിയാവുന്നത് കൊണ്ട് എൻ്റെ ശബ്ദം നിലച്ച് പോകാനായിട്ട് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരാളുണ്ട് കേട്ടോ. അപ്പോൾ അവർക്കും കൂടെ, കാരണം അവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ എന്തായാലും കാണാതിരിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തായാലും നമുക്ക് നാളെ ഇനിയിപ്പോൾ ഒരു എക്സ്റേ എടുക്കാനായിട്ടുണ്ട്. ആ ഒരു എക്സ്റേയും കൂടെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റി. ഇപ്പം നമ്മൾ കാണിക്കുന്നത് പിന്നെ ആദ്യം മെഡിക്കൽ കോളേജിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രസ്റ്റിൽ ചെറിയൊരു പ്രശ്നം ഉള്ളത് കൊണ്ട് അത് നമുക്ക് അവിടെ എന്തായാലും സ്ഥിരമായിട്ട് നമുക്ക് കാണിച്ചേ പറ്റുള്ളൂ. അത് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഈ നടുവിൻ്റെ ഈ ഒരു പ്രശ്നത്തിന് എനിക്ക് എന്തായാലും നന്നായിട്ട് എനിക്ക് എണീച്ച് നടക്കണം. അതുപോലെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, മോനെ ബുദ്ധിമുട്ടിക്കാതെയും. പിന്നെ അതുപോലെ തന്നെ കൊച്ചിന് നാളൊരു സമയത്ത് ഞാനൊരു ബുദ്ധിമുട്ടോ ഒരു തടസ്സം അല്ലെങ്കിൽ ഒരു ഭാരം ആവരുതെന്ന് ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിനെ പിന്നെ ഒന്ന് സെറ്റിലാക്കണം. അതായത് മോനെ ഒന്ന് സേഫായിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്ക് എന്തായാലും ജീവിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എന്ത് അസുഖമാണെങ്കിൽ പോലും അല്ലെങ്കിൽ എന്ത് തന്നെ ആണെങ്കിൽ പോലും മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹവും സപ്പോർട്ടും എല്ലാം എനിക്ക് വേണം. എന്തായാലും നമുക്ക് നാളെ ഇതെല്ലാം കൊണ്ടുപോയി കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഞാൻ നല്ല സന്തോഷമായിട്ട് നല്ല പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ ഇരിക്കുന്നതായിട്ട്. ഒരു നെഗറ്റീവോ കാര്യങ്ങളോ ഒന്നും എൻ്റെ മനസ്സിലില്ല. കാരണം ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു, ഒരു ഇതിനകത്ത് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു പിന്നെ എനിക്ക് വന്നിട്ടുള്ളൊരു 3-4 വോയിസ് മെസ്സേജ്, അതിൽ ഒന്നേ കേട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും ഞാൻ കേട്ടിട്ടില്ല. കാരണം അത് കേൾക്കണ്ടെന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് കേട്ടോ. ആ ഒരെണ്ണം കേട്ടപ്പോൾ തന്നെ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം വീഡിയോ പകുതി വിട്ട് സ്കിപ്പ് ചെയ്തൊക്കെ കണ്ടിട്ട് ഏതിലെങ്കിലും വന്ന് മെസ്സേജ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് ചിലപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാക്കുന്ന മെസ്സേജ് ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ ഇടുന്നത്. അത് നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവരോ അല്ലെങ്കിൽ എൻ്റെ കാര്യങ്ങൾ അറിയുന്നവരോ ചിലപ്പോൾ ആയിരിക്കില്ല കേട്ടോ. കാരണം അവരാരും ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. എൻ്റെ വീഡിയോ കാണുന്നവരാരും എൻ്റെ അടുത്ത് അങ്ങനെ വന്ന് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടില്ല.
അപ്പോൾ എനിക്കിതിനകത്ത് 2, 3, 4 പേരെ കണ്ട ഒരു 3, 4 പേരെ ഞാൻ ഹൈഡ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കളഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വീഡിയോ നമ്മളിടുന്ന വീഡിയോ നേരത്തെ മുതലുള്ളത് കാണാത്തതിനെ കൊണ്ട് ആയിരിക്കും ചിലപ്പോൾ അങ്ങനെ തോന്നിയിട്ടുള്ളത്. പിന്നെ അത് നിരന്തരമായിട്ടുള്ള വീണ്ടും വീണ്ടും ഉള്ള ആ മെസ്സേജ് അവരിൽ നിന്ന് വന്നതിനെ കൊണ്ട് മാത്രമാണ് കേട്ടോ ഞാൻ ഹൈഡ് ചെയ്ത് കളഞ്ഞത്. അപ്പോൾ എന്തായാലും പിന്നെ വീഡിയോ ഇഷ്ടമുള്ളവരൊക്കെ കാണുക. പിന്നെ അതുപോലെ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നവർ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും ഞാനും മോനും ഇവിടെ സന്തോഷമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണണം കേട്ടോ.